ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഓക്കെ, വെച്ചേക്കിട്ട്. എന്താ ഡീറ്റെയിൽസ് കിട്ടിയോ? കിട്ടി. ഞാൻ അവളെ ഒന്ന് കാണട്ടെ. അവൻ എന്ത് കണ്ടിട്ട് എനിക്ക് വരെ അവളെ ചൂസ് ചെയ്യുന്ന എനിക്കൊന്ന് അറിയണം. ഓ, ഷീസ് ബ്യൂട്ടിഫുൾ, ബട്ട് എൻ്റെ അത്രയും വരത്തില്ല. Karen, are you okay? നിനക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ അങ്ങനെ? എന്താ നിന്റെ തീരുമാനം? ഫസ്റ്റ് അവളെ എനിക്ക് നേരിട്ട് കാണണം, അത് കഴിഞ്ഞുള്ള ബാക്കിയല്ല. ഒരു പാർട്ടിയുണ്ട് ബ്ലൂസിൽ വെച്ചിട്ട്, നിങ്ങൾ രണ്ടുപേരും വരണം. അതിന് ഞാനെന്തിനാ സാർ? സോറി ഏട്ടാ. നീ വരണം മേരി. ഇതിന്റെ പ്രൊജക്ട് സക്സസ് ആയതിന്റെ പാർട്ടിയാണ്. ഞങ്ങളുടെ ബ്രാഞ്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഇത് നിങ്ങൾ വലിയ ആൾക്കാരുടെ പാർട്ടിയല്ലേ, അതിനെന്തിനാ ഞങ്ങൾ വരുന്നേ? ഓഫ് കോഴ്സ് യു ആർ മൈ വൈഫ്. സോ എന്റെ സക്സസിൽ നീയും കൂടെ കാണണം. മേരി, നീയും ഉറപ്പായി ഇവിടെ കൂടെ വരണം. ഏട്ടാ, നിങ്ങൾ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല. നോ മോർ വേർഡ്സ്. നിങ്ങൾ രണ്ടുപേരും കൂടെ വരും. പിന്നെ നിങ്ങൾക്കുള്ള ഡ്രസ്സ് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാം മുൻകൂട്ടി ആയിരുന്നല്ലേ? അതെല്ലോ, ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വന്നാൽ മാത്രം മതി. ഇവാമലി, ഞാൻ ഇറങ്ങുവാണേ. എനിക്ക് അത്യാവശ്യമായിട്ട് ചെന്നൈ വെക്കുക. നിങ്ങൾ ജോസഫിനോട് വന്നാൽ മതി, ഞാൻ ചേട്ടനെ അങ്ങോട്ട് വിട്ടേക്കാം. ഓക്കെ ഏട്ടാ, ഞങ്ങൾ വന്നേക്കാം. Congratulations, Noel. നിനക്കെന്നെ പ്രൊജക്ട് കിട്ടിയല്ലേ? And thank you so much. ഹലോ തോമസ്. ഹലോ ജൂൺ. ഒരുപാട് നാളെ അവിടെ കണ്ടിട്ട്. പിന്നെ എന്തൊരു വിശേഷം? വിശേഷങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. പാപ്പ, ഞങ്ങൾ സംസാരിക്കാം. ഞാൻ അവിടെ ഇരുന്ന് പോയിട്ട് വരാം. എടാ രാവിലെ നീ ഇത് എവിടെയായിരുന്നു? ഞാൻ നിന്നെ തൊട്ട് നടക്കുമായിരുന്നു. ഞാൻ അവിടേക്ക് വരാനിരിക്കുമായിരുന്നു. എടാ, ഇവയും മോളും എന്തേ? നീ അവരെ കൊണ്ടുവന്നില്ലേ? അവരെ കൊണ്ടുപോയി ഞാൻ ജോസഫിനെ അയച്ചിട്ടുണ്ട്. ഹലോ മിസ്റ്റർ നോയൽ ജോസഫ്. സിധു, is really you? അല്ലടാ, എന്റെ പ്രേതം. നിർത്തിയില്ലടാ നിന്റെ അളിഞ്ഞ ചളി. അല്ല, നീ എന്നോട് ലാൻഡ് ചെയ്തേ? പിന്നെ നീ വിളിച്ചില്ലല്ലോ. ഇറ്റ്സ് സർപ്രൈസ് മാൻ. അവന്റെ ഒരു സർപ്രൈസ് ഒരൊറ്റ കീറങ്ങ് വെച്ചെന്നുണ്ടല്ലോ. എത്ര വർഷമായിട്ട് നീ ഇവിടുന്ന് പോയിട്ട്? എന്നിട്ട് ഇങ്ങോട്ട് വന്നോ? എന്നിട്ട് വിളിച്ചോ നീ? അതുപോലും ചെയ്തില്ല അവൻ. സോറിടാ മച്ചാ, ഞാൻ കമ്പനി കാര്യത്തിൽ കുറച്ച് ബിസി ആയിപ്പോയി. പിന്നെ എവിടെ നിന്റെ കൊണ്ടാട്ടിയും മോളും? അവരെല്ലാം വരുന്നതേ ഉള്ളൂ. എടാ, അവരൊക്കെ എത്തിയിട്ടുണ്ട്. ഇവ ഇങ്ങോട്ട് വാ. ഹായ് ഇവ, ഐ ആം സിദ്ധാർത്ഥ്. സിദ്ധു എന്ന് വിളിക്കും. ഹായ്. മനസ്സിലായില്ല അല്ലേ? ഞാൻ സിദ്ധാർത്ഥ്, ഇവന്മാരുടെ ഫ്രണ്ടാണ്. എടാ നോലെ, ഇതാണോ നിന്റെ മോള്? അതേടാ, എന്റെ മോള. എടാ അളിയ, നിന്നെ അതേപടി അങ്ങ് വാർത്ത് വെച്ചേക്കുവാണല്ലോടാ. സത്യം പറയാലോ, നിന്റെ 7 വർഷം തന്നെ. എടാ മതിയുടെ കൊച്ചിനായിരുന്നു കൊഞ്ചിച്ചത്. പാവം എൻ്റെ മോള് നിന്നെ കണ്ട് പേടിച്ചു പോയി കാണും. ഒന്ന് പാടാ, എൻ്റെ നോളിൻ്റെ മോളെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തം മോളെ പോലെയാ. നല്ലടാ വാവേ. പിന്നെ ഈ നിൽക്കുന്ന സുന്ദരിക്കുട്ടി ഏതാ? ഇത് മിലി, ഇവയുടെ ഫ്രണ്ടാണ്. ഞാൻ നിന്നൊന്ന് പറഞ്ഞില്ലേ, ആ കുട്ടിയാ. ഓ, ആ കുട്ടി. എനിവേ, ഹായ് ബ്യൂട്ടിഫുൾ, ഐ ആം സിദ്ധാർത്ഥ്. ഹായ്, ഐ ആം മിലി റിംസൺ. Eva, you look so beautiful in this dress. താങ്ക്സ്. എന്റെ സെലക്ഷൻ എന്നാലും മോശമായില്ല. നിനക്ക് നന്നായി ചെയ്യുന്നുണ്ട്. Let me say one thing. I want to kiss you right now. ഇച്ചായൊന്ന് മിണ്ടായിരിക്കും, നമ്മൾ പബ്ലിക് പ്ലേസിലാണ് നിൽക്കുന്നേ. മോളെ ഇവ. അമ്മ. ആഹാ, ഇതാര്? മുത്തശ്ശിയുടെ പൊന്നാമനെയോ? മോള് മാത്രല്ല, മോനോട് നിൽപ്പുണ്ട്. നീ ഒന്ന് പോടാ ചെറുക്ക, ഞാൻ എൻ്റെ മോളോട് സംസാരിക്കട്ടെ. നിങ്ങൾ അമ്മയും മോള് സംസാരിക്കുക, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. പിന്നെ എന്തുണ്ട് മോളെ വിശേഷം? സുഖമാണോ? സുഖമായിരിക്കുന്നു അമ്മ. ഹേ അന്ന. ഹായ് സാറ. ഇതാണല്ലേ മരുമോളും കുഞ്ഞും. മോളെ കണ്ടാൽ അറിയാം നല്ല പാവമാണെന്ന്. മോളെ നന്നായിട്ട് ചേരും, കാണാൻ സുന്ദരിയാ. അതെ സാറാ. പിന്നെ ഇവിടെ കെസി, അവള് വന്നില്ലേ? ഇല്ലടി, അവൾക്ക് നല്ല എക്സാം ഉണ്ട്.
അന്നേ അവരിപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കുന്നേ, ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. ഏയ് ഇപ്പം അങ്ങനെയല്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവനവരോട് മാറിയിട്ടുണ്ട്. കേട്ടല്ലേ, വളരെ സന്തോഷം. അവനും എൻ്റെ കൃഷ്ണമോനെ പോലെ തന്നെയാണ് നല്ല ജീവിക്കുന്നത്. ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ, ഒന്ന് ആശ്വാസമായേ. നോയലേ, ആരെ വരുന്ന നോക്കിക്കേ. ഓ ഇപ്പോഴോ? ഇപ്പോഴാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? ഹായ് ഡോയൽ, എന്താണോ എന്നെ കണ്ടൊരു സന്തോഷമില്ലാതെ? ഓ ശരിക്കും ഇതിന്റെ പ്രശ്നം എന്താ? ഓഫ് കോഴ്സ് യു, എനിക്ക് നിന്നെ വേണം, എൻ്റേത് മാത്രമായി. അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ബിക്കോസ് ഐ ഓൾറെഡി ബിലോങ്സ് ടു മൈ വൈഫ്. ഞാൻ കണ്ടിരുന്നു നിന്റെ വൈഫിനെ. ഐ ഡോണ്ട് നോ why you choose to her. No money, no fame, status. നിന്റെ കൂടെ നിൽക്കാനുള്ള ഒരു യോഗ്യത പോലും അവൾക്കില്ല. അത് നീ തീരുമാനിച്ചാൽ മതിയോടി. ഷീസ് ബെറ്റർ ദാൻ യു ആൻഡ് മോർ ഓവർ അവൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാടി. Nara, please, just give me one chance. I will prove you I am better than her. ഡി ക്ഷമിക്കുന്ന രാത്രിയുണ്ട്. നീ കൂടുതലൊന്നും ചേർച്ചാണല്ലോ എൻ്റെ പേര് മുഖത്തിരിക്കും. സോ മര്യാദക്കാരൻ കൂടി എൻ്റെ മുന്നിൽ. എനിക്ക് കാണാം നീ എത്ര നാൾ അവളോട് ജീവിക്കുമെന്ന്. You will regret, Noel. Mind it. ഹായ് മിലി, നിങ്ങളുടെ ഒറ്റയ്ക്കാണോ? എന്തേ മിസ്റ്റർ സിദ്ധത്തിന് കണ്ണു കാണത്തില്ലേ? ഇവിടെ നിൽക്കുന്ന ആൾക്കാരെന്തേ മനുഷ്യരല്ലേ, ആത്മാക്കളാണോ? ഓ, കാണുന്ന പോലെയല്ല, ഭയങ്കര തമാശക്കാരിയാണല്ലേ. അല്ല, കോമഡിക്കാരിയാ. ഐ ലൈക്ക് ഇറ്റ്. എന്താ? അല്ല, ഈ തമാശക്കാരി എനിക്ക് അങ്ങ് ബോധിച്ചു എന്ന് പറഞ്ഞതാ. ഞാൻ ഒരുപാടങ്ങ് ബോധിപ്പിക്കണ്ട മിസ്റ്റർ സിദ്ധാർത്ഥെ, വന്നോഴി പോകാൻ നോക്ക്. ചൂടാകാതടോ, തന്നെ ഒന്ന് പരിചയപ്പെടാൻ വന്നതല്ലേ. താനെന്നാ ഒറ്റയ്ക്ക് നിന്ന് പരിചയപ്പെട്, ഞാൻ പോകുക. പോയിക്കോ പോയിക്കോ, ഞാൻ എന്നെ എടുത്തോളാം. ഹലോ യുവ. കേരൻ മേഡം, ഹായ്. ഓ, എന്നെ അപ്പോൾ അറിയാം. അറിയാം, ഞാൻ മേഡത്തിൻ്റെ 2-3 സിനിമകൾ കണ്ടിട്ടുണ്ട്. അതല്ലാതെ എന്നെക്കുറിച്ച് വേറെ ഒന്നും അറിയില്ല. എന്താ മേഡം? ഇവ, ഡോണ്ട് ഫൂൾ മീ. I know you know me very well and I know who you are. ഒരു കാര്യം പറഞ്ഞേക്കാം, നോയൽ അവൻ എൻ്റെ. I don't care who I to him, but I want him. He's only mine. Madam, I don't know why you choose you over me. You don't have anything, status, money, nothing. But me, I have everything, money, power, fame. I am the one who best for him. എനിക്ക് പോണം. ഞാൻ പറഞ്ഞ കഴിഞ്ഞ് നീ എങ്ങും പോകില്ല. ഇവ, നിന്നോട് ഡിവോഴ്സ് ചെയ്യണം. അവൻ നിന്നോട് അഡ്ജസ്റ്റ് ചെയ്യാം. പ്ലീസ് ഇവ, ഞാൻ നിന്റെ കാല് പിടിക്കാം. ഞാൻ നോയലിനെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ എത്ര നാളത്തെ റിലേഷൻ എന്നറിയുമോ? നിന്നോട് ഇടയിലേക്ക് വന്നോണ്ടാ അതെല്ലാം തകർന്നത്. പ്ലീസ് ഇവ, അവനെനിക്ക് വേണം. ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല. അറിയാം നീ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നില്ലെന്ന്. പക്ഷേ ഇന്ന് ചിന്തിച്ചു നോക്ക്, നമ്മൾ തമ്മിൽ 5 വർഷമായി സ്നേഹിക്കുക, അതിൻ്റെ ഇടയിലേക്ക് അതേ വന്നത്. പ്ലീസ്, എന്നിട്ട് കാല് പിടിക്കാൻ. എനിക്കെന്നെ നോവലെ തിരിച്ചു വേണം. അവരില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ കാരണം വന്ന പ്രശ്നമാണ്. ഞാൻ ക്ഷമ ചോദിക്കുന്നു. പ്ലാനെല്ലാം വർക്കൗട്ടായി. ഇത് മതി, ബാക്കി കാര്യങ്ങൾ നീ തന്നെ ചെയ്തോളാം. എനിക്ക് നല്ല അറിയാം. സോറി നോയെ, ഈ ജന്മം മുഴുവൻ നീ എനിക്കുള്ളതാ. നമ്മളുടെ ആര് വന്നാലും ഞാൻ അവരുടെ വേരോട് പിഴുതെറിയും. ഇവ, നീ എവിടെ പോയി കിടക്കുമായിരുന്നു? ഞാൻ എവിടെയെല്ലാം നോക്കിയെന്നറിയൂ. എന്നെ കാണുന്ന മോള് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഇറക്കി. സോറി ഡേ, ഞാൻ വാഷ്റൂം വരെ പോയതാ. ഇവ, എന്ത് പറ്റി? വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നിനക്ക് വയ്യേ? എടി, നമുക്ക് പോകാം. എനിക്കെന്തോ വല്ലാത്തൊരു തളർച്ച പോലെ. നമുക്ക് അവരോട് പറഞ്ഞിട്ട് പോകാം. എടോ, നിങ്ങൾ എങ്ങോട്ട് പോവാ? ഇവയ്ക്കെന്തോ ഒരു വല്ലായ്മ പോലെ. ഞങ്ങളെന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. നോഴ്സാണൊന്ന് പറഞ്ഞേക്കണേ. ആടോ, ഞാൻ പറഞ്ഞേക്കാം. വീട്ടിൽ ചെന്നിട്ട് വിളിക്കണേ. തീരെ വൈകി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാൻ ജോസിനോട് പറഞ്ഞേക്കാം നിങ്ങളെ കൊണ്ടുവിടാൻ. അങ്ങനെ പാർട്ടി
അതിഗംഭീരമായി തന്നെ അവസാനിച്ചു. നോയലാകട്ടെ ഇവയ്ക്ക് ഭയന്നറിഞ്ഞത് മുതൽ തന്നെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിച്ചേരണമെന്നായിരുന്നു ചിന്ത. പാർട്ടി തീർന്ന ഉടൻ തന്നെ നോയൽ വീട്ടിലെത്തി. അവൻ നേരെ ചെന്നത് റൂമിലേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഇവയും മോളും ഉറക്കം പിടിച്ചിരുന്നു. പറഞ്ഞിട്ടുണ്ട് സുന്ദരികളോ, ഇവ നീ എന്ത് മാറി കഴിയുമ്പോ ചെയ്തേ? എനിക്ക് ഒരു നിമിഷം കൊണ്ട് ചിന്തിക്കാൻ വയ്യ. അത്രമാത്രം ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഐ ലവ് യു, ലവ് യു സോ മച്ച്. നീ പോകുവാണോ? ആടേ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. മേരി, നീ ഇതോടെ പോവാ? ആ ഏട്ടാ, ഞാൻ ജോലിക്ക് പോവാ. ഇത്രയും ദിവസം ലീവ് എടുത്തിരിക്കല്ലായിരുന്നോ? ഇനി അങ്ങോട്ട് പറ്റില്ല, മുമ്പോട്ട് ജീവിക്കണ്ടേ? ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. ഇവ ഞാൻ ഇറങ്ങുവാണേ. അവേ അപ്പൊ പോയിട്ട് വരാം കേട്ടോ. ഹലോ, ആരാ ഇത്? ഇസ്മി കൈലൻ. ആ, എന്താ മാഡം? എന്താ ഇതിൻ്റെ തീരുമാനം? നീ ഡിവോഴ്സ് ചെയ്യാൻ തയ്യാറല്ലേ? ആ മാഡം, എനിക്ക് കുറച്ച് സമയം വേണം. ഇവ പ്ലീസ്, നീ എന്നെ വേണ്ടി നല്ലത് മാത്രമല്ലേ ആഗ്രഹിക്കുന്നത്? അവന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ മാരേജ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൻ ഇപ്പോഴും നിൻ്റെ കൂടെ ജീവിക്കുന്നത്. അവൻ വേണമെന്ന് വെച്ചാൽ ചെയ്യുന്നല്ല, അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. പ്ലീസ് ഇവ, നിന്നോളെ ഒന്ന് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഇവ പ്ലീസ്, ഞാൻ എന്നോലും ഒരുപാട് സ്വപ്നം കണ്ട് ഒരുമിച്ചൊരു ജീവിതം നീയായിട്ട് തകർക്കരുത്. ഇവ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട, എനിക്ക് ഒരാഴ്ച സമയം വേണം. ഓ മൈ ഗോഷ്, എൻ്റെ പൊന്നിവ, നീ ഇത്ര പാവായി പോയോ? ചുമ്മാ അല്ല നോവൽ മൂക്കും കുത്തി വീണത്. സോറി ബേബി, ഞാൻ ഓൾറെഡി അവനെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അവൻ എൻ്റേത് മാത്രമാണ്. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോകുന്നു. നോയൽ ഇവയുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ പരമാവധി അവനിൽ നിന്നും അകലാൻ ശ്രമിച്ചു. ഇവരുടെ ഈ ദിവസങ്ങളിലെ മാറ്റങ്ങൾ, ഇടയ്ക്കിടെ വരുന്ന അവളുടെ കോളുകൾ, ഇതെല്ലാം മിലി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതേസമയം ആയും ക്രിസ്ത്യയും സിദ്ധുവും മിലിയുടെ വീട്ടിൽ അവരെ കാണാൻ എത്തുമായിരുന്നു. സിദ്ധു ആട്ടെ മിലിയെ കാണുമ്പോഴെല്ലാം ഫ്ലഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. എന്താ സാർ? ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സാർ ഇങ്ങനെ വിളിക്കരുത്. പിന്നെ എന്തിനാ വീണ്ടും ഇങ്ങനെ വിളിക്കുന്നേ? സോറി ചായ, അത് ശീലമായിക്കൊണ്ട് വിളിച്ചതാ. ഇനി ഞാൻ വിളിക്കില്ല. നീ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? ഏയ്, ഞാൻ ഇച്ചനെ അവോയ്ഡ് ചെയ്തിട്ടില്ല. അത് ഇച്ചന് തോന്നിയതാ. എനിക്ക് തോന്നിയതൊന്നുമല്ല. നിനക്ക് ഇപ്പോഴാണ് ദേഷ്യമാണോ? നിന്റെ ദേഷ്യം പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറ, ഞാൻ എന്ത് ചെയ്യാൻ തയ്യാറാണ്? ഇച്ചാനോട് എനിക്കൊരു ദേഷ്യമില്ല. പിന്നെ നീ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? ഇച്ചായ പതിയെ സംസാരിക്കും, മോൾ ഉറങ്ങുവാ. നീ എന്തിനാ അവോയ്ഡ് ചെയ്യുന്നേ? ഇച്ചായ, നമുക്ക് നാളെ സംസാരിക്കാം. എനിക്കെന്തോ ഒരു വയ്യായ പോലെ, ഞാൻ ഒന്ന് കിടക്കുവാണേ. എന്താണ് നീ വിളിച്ചേ? വാടാ, അതിലേക്കൂടെ. എന്താണ് എന്താ എൻ്റെ മുഖം വല്ലാതിരിക്കുന്നേ? നിനക്ക് വയ്യേ? എടാ അവളെ അവോയ്ഡ് ചെയ്യുവാടാ. എനിക്കത് സഹിക്കുന്നില്ല. എടാ, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാകും. എടാ, എനിക്കവളെ പ്രപ്പോസ് ചെയ്യണം. What? Are you sure? യെസ്, എനിക്ക് പറ്റിയില്ലെങ്കിൽ ജീവിക്കാൻ. എനിക്ക് വെക്കുമ്പോൾക്കും നമ്മൾ ഹാപ്പിയായി ജീവിക്കണം. പ്ലീസ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. Sir, may I come in? യെസ്, കം ഇൻ. സാറിനൊരു പോസ്റ്റ് ഉണ്ട്. ദാ സാർ. ഓക്കെ, യു മേ ഗോ. ഓക്കെ സാർ. നോയൽ ആ പോസ്റ്റ് തുറന്നു നോക്കുന്നു. അതിലെഴുതിയിരിക്കുന്ന കണ്ടതും അവൻ്റെ ശ്വാസം നിലച്ചതുപോലെ അവന് തോന്നി. അവസാനം ഇവയുടെ സനോട് കണ്ടപ്പോൾ അവനത് താങ്ങാൻ കഴിഞ്ഞില്ല. അവൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കണ്ട ആയും ക്രിസ്റ്റിയും അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇതേ സമയം ആയും ക്രിസ്റ്റിയും ആദ്യമായാണ് നോയലിൻ്റെ ഈ ഒരു മുഖം കാണുന്നത്. ഒരിക്കൽ പോലും അവൻ കരഞ്ഞു കണ്ടിരുന്നില്ല. ആദ്യമായി കരയുന്നത് തന്നെ അവൻ്റെ മോൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇവയ്ക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നോയൽ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് പോയി. കൂടെ ആയും ക്രിസ്റ്റിയും. അവൻ വേഗം തന്നെ കാറെടുത്ത് വീട്ടിലേക്കായിരുന്നു പോയത്. ആ യാത്രയിലുടനീളം അവൻ്റെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. ഇവയില്ലാത്തൊരു ജീവിതം നോയൽ ഇപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാതായിരിക്കുന്നു. അത്രമാത്രം നോയൽ ഇപ്പോൾ ഇവയെ സ്നേഹിക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം നോയൽ വീട്ടിലെത്തിച്ചേർന്നു. നിങ്ങളെന്താ ഈ സമയത്ത്? എന്താ ഇത്? ഇച്ചാനെ കിട്ടിയത്?
എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തേ? ഞാൻ അത്രയ്ക്ക് വെറുക്കപ്പെടാനായോ? ഇച്ചായ അങ്ങനെയല്ല. പിന്നെ ഇതിന്റെ അർത്ഥം എന്താ? നിനക്ക് ഡിവോഴ്സ് ചെയ്യണോ? നിനക്ക് ഡിവോഴ്സ് വേണമെന്നോ? പറയടി, നിനക്ക് വേണോ? അതെ, എനിക്ക് വേണം. ഞാൻ മടുത്തു എല്ലാവർക്കും ഒരു ഭാര്യമായി ജീവിച്ച്. ഞാൻ കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിന് വേണ്ട, നമുക്കെല്ലാം നിർത്താം സാർ. എന്നെ ഡിവോഴ്സ് ചെയ്യുന്ന മാത്രം ഞാൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തേ? അതെനിക്കറിയണം. സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഞാനാ ചെയ്ത്. ഞാൻ സാറിനെ ചതിച്ചു. അന്ന് ഞാൻ സാറെ തടഞ്ഞിരുന്നെങ്കിൽ എൻ്റെ മോളെ ലോകത്ത് ജനിക്കില്ലായിരുന്നു. എൻ്റെ മോള് കാണാൻ സാറിന് എന്നെ സഹിക്കേണ്ടി വന്നില്ലേ? ഈ ജന്മത്തിൽ ഒരിക്കലും എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ ഒരു പാപിയാണ് സാർ. പ്ലീസ് എനിക്ക് വയ്യ സാറിന് ഭാര്യയെ ജീവിക്കാൻ. എന്നെ ഉപേക്ഷിച്ചേക്ക് സാർ. എന്നെ ഡിവോഴ്സ് ചെയ്തേക്ക്. എനിക്കിനി വയ്യ. അങ്ങനെ ഉപേക്ഷിക്കാനല്ല ഞാൻ എന്റെ കൈ പിടിച്ചത്. ചീത്തയാ. ഞാൻ സാറിനെ ചതിച്ചതാ. ഇവ എന്റെ കണ്ണിലേക്ക് നോക്ക്. നമുക്കിടെ നടന്നൊന്നും ഒരു തെറ്റല്ല. ശരീരം കൊണ്ട് മുന്നേ ഒന്നായാണ് നമ്മൾ. അതിന്റെ അടയാളമാണ് നമ്മുടെ മോള്. ഇത് വിധിയാണടി. നീ എന്റെ പെണ്ണാണെന്ന് ദൈവം നേരത്തെ നിശ്ചയിച്ചതാ. അതിന്റെ നിമിത്തം മാത്രമാണ് എന്റെ ചെറി നിനക്കൊണ്ടേ നമ്മുടെ മോള്. ഞാൻ സാറ് ചെയ്യില്ല. എന്നെയൊക്കെ നല്ലൊരു പെൺകുട്ടി സാറിന് കിട്ടും. എന്നെ ഡിവോഴ്സ് ചെയ്തേക്ക്. അതൊരിക്കലും നടക്കില്ല. ഇവ ഈ ജന്മത്തിൽ ഞാൻ ഒരു പെണ്ണിനെ ചൂട് അറിഞ്ഞിട്ടുള്ളൂ. അത് നിന്റെയാണ്. ഈ നോയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നാക്കിയ പെണ്ണാ നീ. അതിന്റെ മരണം വരെ നീ മാത്രമായിരിക്കും. എന്റെ ഭാര്യയെയും എന്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെയും നീ കൂടെ കാണും എന്റെ മരണം വരെ. ഇതെന്റെ തീരുമാനമാണ്. പ്ലീസ്, ഇത് ശരിയാവില്ല. നോ, എന്റെ തീരുമാനത്തിന് ഒരു മാറ്റമില്ല. നീ എന്റെയാണ് ഇവ, എന്റേത് മാത്രം. I really love you. സാർ എന്താ പറയുന്നേ? അതെ ഇവ, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. I really love you. അപ്പൊ കെയിലിനോ? I promise, അവളുമായി എനിക്ക് ഒരു ബന്ധവുമില്ല. പക്ഷേ അവരെ പറഞ്ഞല്ലോ നിങ്ങൾ തമ്മിൽ റിലേഷനിലായിരുന്നു. ഞാൻ കാരണമാ നിങ്ങൾ ബ്രേക്കപ്പ് ആയതെന്ന്. അവളാണ് ഇതൊക്കെ പറഞ്ഞേ? എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് തടസ്സമാ, അണ്ട് ഇച്ചാനെ ഡിവോഴ്സ് ചെയ്യണമെന്ന്. അങ്ങനെ എന്തുകൊണ്ട് നിനക്ക് എന്നോട് ചോദിച്ചൂടായിരുന്നു? എന്റെ ലൈഫില് നീ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടില്ല. ഇവ ഇതെല്ലാം അവളുടെ പ്ലാനാണ്. അവൾക്കാണെങ്കിൽ പണ്ട് മുതലേ നോളിനെ ഇഷ്ടം. ബട്ട് നോളിന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോ ന്യൂസിൽ വന്നതോ? ഞാൻ സത്യം ചെയ്യാം, നീ എല്ലാവരും പെണ്ണിനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഇച്ചായ, എനിക്കിതൊക്കെ വിശ്വസിക്കാമോ? നിങ്ങളെന്നെ ചതിക്കില്ലല്ലോ? ഇല്ല, ഞാൻ ഒരിക്കലും ചതിക്കില്ല. നമ്മുടെ മോളാണ് സത്യം. ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കുന്നേ. ഇച്ചായ, I'm sorry. ഞാനൊന്നും അറിയാതെ. ഏയ് കരയാതെടി, എല്ലാം കഴിഞ്ഞില്ലേ? അതൊക്കെ പോട്ടെ. ഇങ്ങോട്ട് നോക്കിയേ, നീ നിന്നെ അവോട് ചെയ്യൂ? ഇല്ല. ഇവ, I love you. I love you, ഇച്ചായ. ഞങ്ങള് കുറച്ചുപേരെ ഇവിടെ നിപ്പുണ്ട്. അത് ഞങ്ങൾക്കത് വേണം. നിങ്ങളുടെ റൊമാൻസ് ഒക്കെ അങ്ങ് ബെഡ്റൂമിൽ, ഇത് ഹോളാണ്. എനിവേ, കൺഗ്രാജുലേഷൻസ് ബോത്ത് ഓഫ് യു. അങ്ങനെ നിങ്ങൾ ഒന്നായിരിക്കുന്നു. ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റും ഇവയ്ക്കാണ്. നമ്മുടെ ബ്രഹ്മചാരി അങ്ങ് വളച്ചെടുത്തില്ലേ? ബ്രഹ്മചാരിയോ? ആരിപ്പനോ? ഒന്ന് പോടാ. 2 വർഷം മുന്നേ അതൊക്കെ അങ്ങ് മുറിഞ്ഞു പോയില്ലേ? അല്ലയുടെ കൊച്ചിക്കല്ല. അതെ, ഈ പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ എങ്ങോട്ടും പോണില്ലേ. എന്നിരുന്നാലും ഞങ്ങൾക്ക് ട്രീറ്റ് വേണം. അതൊക്കെ വൈകിട്ട് തരാം. ഇപ്പൊ മക്കള് ഓഫീസിലേക്ക് പോകാൻ നോക്ക്. ഞാൻ കൂടി ഇല്ലാത്തയാ. നടക്കട്ടെ നടക്കട്ടെ, ഞങ്ങൾ ഇറങ്ങുക. അറ്റൻഷൻ പ്ലീസ്. അങ്ങനെ നമ്മുടെ സിഗ്മ ബോയ് അല്ലാതെ മാറിയിരിക്കുന്നു സുഹൃത്തുക്കളെ, മാറിയിരിക്കുന്നു. എൻ്റെ ഇവക്കൊച്ചേ, ഈ ദേവതയാണ് ഞങ്ങളുടെ നോലിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ദേവത. ഞങ്ങളുടെ ചെക്കൻ ഞങ്ങൾ വളച്ച് കുപ്പിയിലാക്കിയില്ലേ? പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. സത്യം പറയാലോ, ഐ എം ഹാപ്പി റൈറ്റ് നൗ. ഇനി വേണം എനിക്ക് എൻ്റെ ഷെറിനെ ഒന്ന് സമാധാനത്തിൽ കല്യാണം കഴിക്കാൻ.
അതേടാ ക്രിസ്റ്റി, എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പറയണം. എന്നിട്ട് നമുക്ക് കല്യാണം പക്ഷെ അടിച്ച് പൊളിച്ചൊന്ന് ജീവിക്കാം. ഇവ ഏതൊന്നും ഇടാതിരിക്കുന്നേ, എന്തേലൊക്കെ പറ. ഞാനെന്ത് പറയാനാ? എന്തേലും പറയുവേ ചേച്ചി? ഒന്നും പറയാനല്ലേ, അതൊക്കെ ചുമ്മാ എന്തേലൊക്കെ പറ. എന്നാ അത് വേണ്ട, ഞാനുണ്ട് അവനെ കുറിച്ച് 2 വാക്കങ്ങ് പറ. ഇച്ചാനെ കുറിച്ച് ഞാനെന്താ പറയാന്, എനിക്കൊന്നും അറിയില്ല. നിനക്ക് എന്താ തോന്നുന്നു വെച്ചാൽ അത് പറ, ഞാനും വെയിറ്റ് ചെയ്യാം. ഒരിക്കലും കരുതിയതല്ല ഇങ്ങനെ ലൈഫ് കിട്ടുമെന്ന്. എല്ലാത്തിനും ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു, ഇച്ചാനെയും മോളും എൻ്റെ ജീവിതത്തിലേക്ക് തന്നതിന്. ചേച്ചി ഓർമ്മയുണ്ടോ, ഞാൻ എനിക്ക് ചേച്ചിയോട് പറഞ്ഞില്ലായിരുന്നോ നോയലിൻ്റെ ഈ ബിഹേവിയറൊക്കെ മാറി ചേച്ചിയോട് സ്നേഹിക്കുമെന്ന്? പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഈ വീട്ടിൽ അടുത്തൊരു ജൂനിയർ നോയലോ ഇവയെ വരുമെന്ന്. അപ്പോൾ അതൊക്കെ സത്യമായില്ലേ? ഇവ നീ പ്രഗ്നന്റ് ആണോ? ഓ, ഈ സിദ്ധുട്ടനോട് തോറ്റു. ഞാൻ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാ. ഓ അങ്ങനെ. എനിവേ അമ്പേരി, എന്താണെന്നല്ലേ പെട്ടെന്ന് ഞങ്ങൾ അങ്ങളുമാരാക്കുവോ? ഞാൻ റെഡിയാ. ഇവയെ റെഡിയാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ തുടങ്ങാം അല്ലേ ഇവ? ചായ ഒന്ന് നിർത്തുന്നുണ്ട്, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. അച്ഛടാ, എന്റെ ബേബിക്ക് നാണം വന്നോ? ബേബിയോ? എനിക്കൊന്നും കേൾക്കാൻ വയ്യേ. വൈകിട്ട് പോടാ. ഷടാ, എന്റെ ഭാര്യ ബേബിനെ വിളിക്കാൻ പറ്റില്ലേ? എന്തോ ഇത്? മിലി, താനെന്തരൊന്നും മിണ്ടാത്തെ? ഞാനിവിടെ തമാശ കാണുമായിരുന്നു. മിലി, സമ്മതമാണെങ്കിൽ ഈ ഫാമിലിയുടെ അംഗമാകാം. അതിന് ഞാനൊരു ജീവിതം തരാൻ തയ്യാറാണ്. അയ്യടാ, നിന്റെ ജീവിതം ആർക്കും ആവശ്യമില്ല. എടായോ ഒന്നും മിണ്ടായിരുന്നേ. ഞാൻ എൻ്റെ മിലിയോട് ചോദിച്ചേ, മിലി വിൽ യു ബി മൈ വൈഫ്? സീതു, മതിയോ നിന്റെ പ്രാങ്ക്? പാവൻ്റെ മിലി പേടിച്ചു ചോദിക്കണം. ഐ ആം നോട്ട് ജോക്കിംഗ്. I don't believe in love at first sight. But the time when I saw you, something sparked inside me. A special feeling. At last, I find out I love you. സാർ, എന്താ ഈ പറയുന്നേ? ഇത് ശരിയാവില്ല. Why? ഞാൻ നിനക്ക് ചേർന്ന ഒരാളല്ലേ. നീ എന്നെ കണ്ട കുറവെന്താ എന്നെ റിജക്റ്റ് ചെയ്യാൻ മാത്രം? സാർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. വിൽ സ്റ്റോപ്പ്. ഈ കാര്യങ്ങളെല്ലാം വെറും വേസ്റ്റാണ്. പ്രണയം 2 മനസ്സുകൾ തമ്മിലുള്ളതാ, അല്ലാതെ പണമോ സ്റ്റാറ്റസോ ഒന്നുമല്ല. ആൻഡ് സോ പ്ലീസ് ഗിവ് മീ ചാൻസ്. സാർ, ഞാൻ മിലി, ഐ റിയലി ലവ് യു. ഐ വാണ്ട് യു ഇൻ മൈ ലൈഫ്. പ്ലീസ് ഗിവ് മീ ചാൻസ്. മിലി ചേച്ചി എസ് പറ. മിലി എസ് പറ. മിലി കണ്ണും പൊട്ടി എസ് പറഞ്ഞ ഞങ്ങളുടെ ചക്കൻ അടിപൊളിയാ. സിദ്ധു ഏട്ടാ, എനിക്ക് പറയാൻ മാത്രം ആരുമില്ല. ഞാനത് അനാഥയാണ്. ഏട്ടൻ ഇനി സമയമുണ്ട് മാറ്റാൻ. അതൊന്നും എനിക്ക് വിഷയമല്ല മിലി. ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. എനിക്കിതിനെ എൻ്റെ ജീവൻ്റെ പാതയാക്കണം. മിലി, നീ ആകില്ലേ? എന്നെ കൈവിടില്ലെങ്കിൽ എനിക്ക് സമ്മതമാണ്. ശരിക്കും? ശരിക്കും. അങ്ങനെ അതിമനോഹരമായി ആ രാത്രി കടന്നുപോയി. പിന്നീടുള്ള ദിവസങ്ങൾ അത് അവരുടേതായിരുന്നു. കോൾഡ് ആർഗണൻ്റ് ആയിരുന്ന നോയൽ ഇപ്പോൾ ഒരു റോമി ആയിരിക്കുകയാണ്. ഇവയെ ഇടവും വലവും തിരിയാതെ തന്റെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയാണ് നോയൽ. അതേസമയം സിദ്ധു മിലി പ്രണയിച്ച് നടക്കുകയാണ്. അവസാനം സിദ്ധു അവളുടെ കാര്യം വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചു. ഇപ്പോൾ ഇരുവരും ലണ്ടനിലേക്ക് പോയിരിക്കുകയാണ് സിദ്ധുവിൻ്റെ പേരൻസിനെ കാണാൻ. അതേപോലെ ക്രിസ്റ്റി ഷെറിൻ്റെ കാര്യം അവൻ്റെ പേരൻസോട് പറഞ്ഞ് ഇരുവരുടെയും കല്യാണം തീരുമാനിച്ചിരിക്കുന്നു. പിന്നെയുള്ളത് നമ്മുടെ ആയുഷും ടെസ്സിയും. ഇരുവരും ആരും കാണാതെ ഒളിച്ചും പാത്തും പ്രണയിച്ചു കൊണ്ടിരിക്കുന്നു. ആ, നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? എന്താ നിനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞേ? എനിക്ക് വിശപ്പില്ല. അതെന്താ? എനിക്ക് വേണ്ടാത്തോണ്ട്. ആയിക അവിടെ അന്ത്യക്കട എനിക്ക് ഒന്നും വേണ്ട. കേളി, നീ എന്താടി പറഞ്ഞേ? വെറുതെ വേണ്ടതൊന്നും ചെയ്യരുത്, അതിൻ്റെ കരിയറിനെ ബാധിക്കും. I don't care. I want him. അവന് വേണ്ടി ആരെ കൊല്ലാൻ പോലും ഞാൻ മടിക്കില്ല. ഇവയാണെപ്പോഴും. ദൈവമേ, ഇവിടെ എന്ത് ഭാവിച്ചാ? ഞാൻ എന്ത് ചെയ്യും? എന്താ ഈ ചെയ്യുന്നേ? ഞാനതൊന്നും ചെയ്തില്ലല്ലോ, ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ. നിന്നെ ഇങ്ങനെ കാണുമ്പോ I can't control myself, Eva. I wanna kiss you. ഇച്ചായ മാറ്, ആരെടുക്ക് കാണും. Eva, you know, നിന്നെ കാണുമ്പോഴെല്ലാം your lips is making crazy.
ത്രോട്ട് ആലോചിച്ച് പറയുമ്പോ അന്ന് ടേസ്റ്റ് ചെയ്യാൻ. But now, അത് ഞാൻ എടുക്കാൻ പോവാ. I wanna kiss you. എന്താ മനുഷ്യ, നിങ്ങളെന്നെ കൊല്ലുവോ? എന്റെ പെണ്ണെ, ഒരു കിസ് പോലും താൻ കഴിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാടേ ഞാൻ പൂർണ്ണമായിട്ട് സ്വീകരിക്കുന്നത്? അയ്യേ, ഈ ടൈപ്പുള്ള ട്രീറ്റ്മെന്റ് ഞാൻ പോകുക. പൊയ്ക്കോ പൊയ്ക്കോ. എത്ര നാളിങ്ങനെ പോകണമെന്ന് ഞാൻ കാണാം. ഒരു ദിവസം ഞാൻ മൊത്തത്തിൽ അങ്ങ് എടുക്കും. ഹലോ. ആ ഇതാര് കരിമേടോ? എന്താ വിശേഷിച്ച്? അതൊക്കെ ഉണ്ട്. നമുക്ക് നാളെ നേരിട്ട് കാണണമല്ലോ. അതിനെന്താ, മേഡം സ്ഥലം പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിയേക്കാം. ഞാൻ നിനക്ക് വാട്സപ്പ് ചെയ്യാം. എന്നാ ബൈ, ഞാൻ ഫോൺ വെക്കുമോ? ശരി മേഡം, നമുക്ക് നാളെ കാണാം. നീ എന്ത് ഭാവിച്ചാ? അതൊക്കെ ഉണ്ട്. ഇത് കൈവിട്ട കളിയാ. ലാസ്റ്റ് പണിയാവേ. ഐ ഡോണ്ട് കെയർ. അവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. നീ എന്താന്ന് വെച്ചാൽ ചെയ്യും. ഇനി ഞാനൊന്നും പറയാൻ വരില്ല.